ട്രംപ് അടപടലം ഇന്ത്യയുടെ കാലിൽ പിടിച്ചു. ഇതാണ് ബേസിക്കലി ഇന്ത്യൻ മീഡിയയ്ക്കാണെങ്കിൽ അവർക്ക് ഈ ബേസിക്കലി ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യമൊക്കെ അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ്, ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി ആദ്യം പഠിക്കുക. നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണവര്. അവൻ ഇന്ന് എന്ത് പറയും, നാളെ വേറൊന്ന് പറയും, മറ്റന്നാൾ വേറൊന്ന് പറയും. അതാണ് അവൻ്റെ ഡിപ്ലോമസി. അവർക്ക് അവരുടെ കാര്യം എന്നല്ലാതെ ഒരാളുടെ കാര്യത്തോടും വലിയ താല്പര്യമൊന്നുമില്ല. അവർ ലോകത്തെ എല്ലാവരെയും കൂടെ നിർത്തുകയും ചെയ്യും. അതിനുള്ള സംഭവം അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ പണമുണ്ട്, അവരുടെ കയ്യിൽ മിലിറ്ററി ഉണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്, അവർക്ക് ലോകത്തെല്ലായിടത്തും ബേസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നിശബ്ദനായിരുന്ന പ്രധാനമന്ത്രി പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനൊരു ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഒരു ദിവസം മുമ്പ് മനസ്സിലാക്കുക, ഇന്ത്യ ചൈനയുടെ കൂടെ പോയി, റഷ്യയുടെ കൂടെ പോയി അവർക്ക് മംഗളം നേർന്നു. അത് ട്വീറ്റാണ്, അയാളുടെ സോഷ്യൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയതാണ്. ബ്ലൂംബർഗിന് വേണ്ടി അതിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഹോവാർഡ് ലുപ്റ്റിക്, അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി, എന്താ പറഞ്ഞത്? ഇന്ത്യ ക്ഷമ ചോദിക്കണം, ബ്രിക്സിൻ്റെ അത് ഒഴിഞ്ഞു മാറണം. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ വാൺ ചെയ്തു. അതായത് പാകിസ്ഥാനെയൊക്കെ വാൺ ചെയ്യും, മറ്റുള്ളവരൊക്കെ വാൺ ചെയ്യും, പക്ഷെ അമേരിക്ക ഡയറക്റ്റ് വാൺ ചെയ്തു. ഈ 71 വാറിന് ഇന്ദിരാഗാന്ധിയെ വാൺ ചെയ്ത്, ഇന്ദിരാഗാന്ധി മൈൻഡ് ചെയ്തില്ല. എന്തുവാണ് ഹോവാർഡ് ലുപ്റ്റിക്ക് വാൺ ചെയ്തത് ഇന്ത്യയോട്? ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ.